നമസ്കാരം. ഒരു പിടി കുഞ്ഞം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 16, 12 PM. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലുള്ള ഊക്കൻസ് പെയിന്റ് ഹാർഡ്വെയർ ഷോപ്പിനാണ് തീപിടിച്ചത്. രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. പെയിന്റ് സൂക്ഷിച്ചിരുന്ന ഭാഗത്തു നിന്നാണ് തീ പടർന്നതെന്നാണ് വിവരം. നാട്ടുകാരും 6 യൂണിറ്റ് ഫയർഫോഴ്സും കൂടിച്ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ഏകദേശം 5 കോടി രൂപയോളം നഷ്ടമുണ്ടായതായി കട ഉടമ പറയുന്നു. ദുഃഖം പേറുന്ന ഗ്രാമവാസികൾ. ഇലകമൺ ഗ്രാമപഞ്ചായത്തിൽ വീട് മെയിൻ്റനൻസിന് പ്രോജക്റ്റ് തയ്യാറാക്കാതെ BJP CPM സംയുക്ത നിലപാട് ഗ്രാമവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ അമ്മ മുറിയിൽ കിടന്നിട്ടില്ല. അവളെ ഏത് സമയത്ത് വേണം എനിക്ക് പറയാനുള്ള, എനിക്ക് കിടന്നുറങ്ങാൻ നിവർത്തിയില്ല. വീട് മൊത്തം ഇടിഞ്ഞു വീടോടെ. സമ്പന്നരും ദരിദ്രരുമുണ്ട്. ദരിദ്രരുടെ ഇടയിൽ പരമദരിദ്രരുമുണ്ട്. ഉറ്റവരും ഉടയവരുമില്ലാത്ത പാവപ്പെട്ടവരായ അയൽവാസികളുടെ അനുകമ്പയാൽ ജീവിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയുണ്ട്, ശാന്ത പിള്ള. അവരൊറ്റയ്ക്ക് താമസിക്കുന്ന പാവപ്പെട്ടവരാണ്. ആകപ്പാടെ അവർക്ക് കയറി കിടക്കാണോ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അത് ആകപ്പാടെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നത്. മഴ പെയ്ത അയലത്തെ വീട്ടിലാ പോയി. എങ്ങനെയെങ്കിലും ഒരു വീട് കൊടുക്കാൻ വേണ്ടി ഞാനും മെമ്പറുടെ അടുത്ത് പറഞ്ഞ്, പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞ്, പ്രസിഡന്റൊക്കെ ഒരു തല കുലുക്കയല്ലാതെ ഒരു കാര്യത്തിന് ഇവരെ കൊണ്ട് കൊള്ളത്തില്ല. കുളങ്കര കളിക്കുന്ന ബസ്സുകൾ. വർക്കല മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥയാണ്. സുന്ദര നഗരം എന്നാണ് വർക്കല മുനിസിപ്പാലിറ്റിയുടെ മുദ്രാവാക്യം. എന്നാൽ വർക്കല മുനിസിപ്പാലിറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ കുളവും കരയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓരോ ദിവസവും 130ഓളം പ്രൈവറ്റ് ബസ്സുകളും 10 KSRTC ബസ്സുകളും 2 വർക്കല കർണാടക ബസ്സുകളും വന്നു പോകുന്ന ബസ് സ്റ്റാൻഡാണിത്. ബസ്സിന്റെ ടയറുകളും പ്ലേറ്റുകളും മറ്റ് സ്പെയർ പാർട്സ് ഭാഗങ്ങളും ഡാമേജ് ആകുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണം യൂത്ത് കോൺഗ്രസ്. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്നും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച പാൽപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിനെ ഇല്ലായ്മ ചെയ്യുന്നത് ജില്ലയിലെ CPMന്റെയും ചാത്തന്നൂർ MLAയുടെയും നേതൃത്വത്തിലാണ്. സ്വകാര്യ ആശുപത്രികളെ പരിപോഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അനാസ്ഥയ്ക്കെതിരെ സമരം ആരംഭിക്കുവാനും യോഗം തീരുമാനിച്ചതായി യൂത്ത് കോൺഗ്രസ് ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റി വാർത്താക്കുറിപ്പിറക്കി. ചാലക്കുടിയിലെ വ്യാജ ലഹരി കേസിൽ ഷീല സണ്ണിയെ കുടുക്കിയത് തന്നെക്കുറിച്ച് സ്വഭാവദൂഷ്യ ആരോപണം നടത്തിയതിനാലാണ്. മുഖ്യപ്രതി ലിവിയ ജോസിന്റെ കുറ്റസമ്മതമൊഴി. ലിവിയ കളവു പറയുകയാണെന്ന് ഷീല സണ്ണി. ലിവിയയുടെ ബന്ധുക്കൾ തന്നെയാണ് സ്വഭാവദൂഷ്യം ആരോപിച്ചതെന്ന് ഷീല സണ്ണി